ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന സൽക്കാരം ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലെ അറ്റ്ഹോമിൽ പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇന്ന് വൈകിട്ട് 6:30-നായിരുന്നു അറ്റ്ഹോം സൽക്കാരം സംഘടിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഗവർണർ രാജ്ഭവൻ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ഡേ വിരുന്നിൽ മന്ത്രിമാരുടെ ഭാഗത്ത്, സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:30-നായിരുന്നു രാജ്ഭവനിൽ റിപ്പബ്ലിക് ഡേ വിരുന്നൊരുക്കിയത്. ഈ വിരുന്നിൽ മന്ത്രിമാരാരും അതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരാരും പങ്കെടുക്കുന്നില്ല. ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമായി കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ഡേ പരേഡിൽ പോലും മുഖ്യമന്ത്രിയോ ഗവർണറോ പരസ്പരം മുഖാമുഖം നോക്കിയിട്ടില്ല. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിച്ചത്. 1 മിനിറ്റിൽ നയപ്രഖ്യാപനം ഒതുക്കി. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ആശീർവാദം ചെയ്യുകയോ മുഖാമുഖം നോക്കുകയോ ചെയ്തിരുന്നില്ല. അന്ന് രാജ്ഭവൻ ഒരുക്കിയിരുന്ന ചായ സൽക്കാരം മന്ത്രിമാർ AK ശശീന്ദ്രൻ ഒഴികെയുള്ള മന്ത്രിമാർ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ മന്ത്രിമാരാരും ഈ രാജ്ഭവനിൽ നടക്കുന്ന സൽക്കാര വിരുന്നിൽ പങ്കെടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഗവർണറും ശക്തമായ രീതിയിൽ തന്നെയാണ് സർക്കാരിനെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നയപ്രസംഗത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് എന്ന ചോദ്യത്തിൽ മന്ത്രിമാര് ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള ഭരണഘടനാ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നത് എന്ന തരത്തിലുള്ള മറുപടിയാണ് നൽകിയിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാഷ്ട്രീയമായിട്ട് തന്നെ പരോക്ഷമായിട്ട് തന്നെ ഗവർണറെ ശക്തമായ രീതിയിൽ ഗവർണർക്കെതിരെയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഇന്ന് രാജ്ഭവൻ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ഡേ സൽക്കാര പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത്. ഗവർണർക്കെതിരെ ശക്തമായി തന്നെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. അതുപോലെ ഗവർണറും സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് കടുപ്പിച്ചിട്ട് തന്നെയാണ് സമീപ ദിവസങ്ങളായി കണ്ടുവരുന്നതും. സംസ്ഥാന സർക്കാർ ഗവർണറുടെ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.